ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് പനീർ ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉള്ളിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്ക്. പാല് ഫസ്റ്റ് തിളപ്പിക്കണം. നല്ല തിളപ്പിച്ചത് കഴിഞ്ഞിട്ട് പിരിയാൻ വയ്ക്കണം. പിരിഞ്ഞ് കഴിഞ്ഞിട്ട് വിനിഗർ അല്ലെങ്കിൽ ലെമൺ ഒഴിക്കണം. ഞങ്ങൾ ലെമണാണ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, ഞങ്ങൾ നിറയെ പാൽ ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾ 4 ലെമൺ എടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ പാലിനനുസരിച്ചിട്ട് നിങ്ങൾ എടുത്തോളൂ. ഗൈസ്, ഞങ്ങളുടെ പാലിനൊക്കെ ഉണ്ടാകും. പാല് മഞ്ഞ കളറാവില്ലേ? പാല് പിരിയാൻ തുടങ്ങി. മഞ്ഞ കളറായി പാൽ. അങ്ങനെ പാൽ പിരിഞ്ഞിട്ട് വെക്കാം. ഇനിയും പിരിയാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യണം. പാല് പിരിഞ്ഞ പാല് പിരിഞ്ഞു എന്നാ തോന്നുന്നത്. ഇത് അടുത്ത ലെവൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു വൈറ്റ് കളർ തുണി എടുത്തിട്ട് വയ്ക്കുക. പാത്രത്തിൻ്റെ മേലെ വയ്ക്കുക. അപ്പോൾ വന്നിട്ട് ഇത് എടുത്തിട്ട് ഒഴിക്കുക. ഇനി എടുത്തിട്ട് വെള്ളം കളയാം. ഇതൊക്കെ വെള്ളം കളഞ്ഞിട്ട് മറുപടിയും ആ വെള്ളമൊക്കെ കളയും. ഇല്ല, പനീറാട്ടത് ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഫുള്ളായി. ഇപ്പം വന്നിട്ട് ഇത് വയ്ക്കുക. ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞങ്ങളുടെ പനീർ കണ്ട. വാവ്, ഇറ്റ്സ് ലൈക്ക് എ വാവ്. ഓക്കെ, ഇപ്പൊ ഇതെന്താ ചെയ്യുക? ഇതാണ് പനീർ കൂട്ടാൻ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ കാണിക്കാം. ഇത്ര പനീർ കിട്ടി. പിച്ചുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ വന്നിട്ട് ഇത് എടുക്കുക. ഇത്ര വെള്ളം പുറത്തേക്ക് ഇത്ര വെള്ളം ഇത്ര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ കളയുന്നു. എന്നിട്ട് ഇത് നമ്മൾ
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് പാത്രം എടുത്തിട്ട് ഒരു വെയിറ്റുള്ള സാധനം അതിൻ്റെ മേലെ വെക്കാം. അപ്പം ഇതിൻ്റെ പിന്നിൽ അപ്പം ഇതിൻ്റെ മിൽക്കി ഭാഗം വരും. ഇതിൻ്റെ മേലെ ഒരു വെയിറ്റുള്ള സാധനം കയറ്റി വെക്കാം. കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു പാല് വരും. എല്ലാ ഭാഗവും കുറച്ച് വലുതായിട്ട് കിട്ടും. എല്ലാ ഭാഗം വലുതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചമ്മന്തി പിരിയാക്കണത്. കുറച്ചും കൂടി വലിയ ഷേപ്പാക്കണം. ഇതേപോലെ വെയിറ്റുള്ള സാധനം മേലെ വെച്ചിട്ട് കട്ടയാക്കാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെക്കണം. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന വരയ്ക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം. ഇതാണ് പനീർ. ഇപ്പം ഇത് നമ്മൾ മറിച്ചിടാൻ പോകും. ഇതാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ ദോശ പോലെ. ഫ്രീസറിൽ വെക്കണം. ഗൈസ്, ഇത് ഫ്രീസറിൽ വെക്കണം. ഞങ്ങൾ വന്നിട്ട് കാലത്ത് വെച്ചത്. ഞങ്ങളുടെ ഫ്രിഡ്ജിൽ എല്ലാവർക്കും തണുപ്പാണ്. കാരണം നിങ്ങൾ വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ചോ. ഒരു 3 hours വെയിറ്റ് ചെയ്താൽ മതി. പനീർ റെഡിയാവും.